ഒരുപാട് കടവും ബാധ്യതയും യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ ജീവിതം വളരെ നിസ്സാരമായി കണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ കഥയാണത്. അച്ഛനും അമ്മയില്ലാത്ത സുധിക്ക് ആകെയുള്ളത് കുറച്ച് കൂട്ടുകാരാണ്. അങ്ങനെയുള്ള സുധിയുടെ ജീവിതം തന്നെ മാറി പറഞ്ഞത് ഒരാളുടെ വരവോട് കൂടിയാണ്. പണ്ട് PSC ടെസ്റ്റ് എഴുതാൻ പോയതുകൊണ്ട് സുധിക്കുണ്ടായ ഒരേ ഒരു നേട്ടം, ജോലി കിട്ടിയില്ലെങ്കിലും ജോലിയുള്ള ശ്രീജയെ സുധിക്ക് കിട്ടി. ഒരു ദിവസം ശ്രീജയുടെ വീട്ടിൽ കാര്യങ്ങൾ അറിഞ്ഞു. പ്രശ്നം വലുതായപ്പോൾ വേറൊന്നും നോക്കാതെ അവർ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. കടവും ബാധ്യത ഒരുപാടായപ്പോൾ കയ്യിലുണ്ടായതെല്ലാം വിറ്റ് സുധി ഗൾഫിലേക്ക് പോയി. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷയുമായി സുധി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് നീണ്ട 3 വർഷം കഴിഞ്ഞാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സുധിക്ക് ഇപ്പോൾ കുറേ കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷേ മടങ്ങിയെത്തിയ സുധിയെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു. വീടിനകത്ത് കയറിയ സുധി യാഥാർത്ഥ്യം വിശ്വസിക്കാനാകാതെ ഓർമ്മകളിൽ തടഞ്ഞു നിന്നു. ആ സമയത്താ താൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരാളെ സുധി കണ്ടത്. ആദ്യമായിട്ടാ സ്വന്തം മോളെ സുധി കാണുന്നത്. പക്ഷേ മോൾ അച്ഛനെ തിരിച്ചറിയുന്നില്ല. സുധിയിൽ നിന്ന് അവൾ ഓടി മാറി. സ്വന്തം മോളെ ഒരു അപരിചിതനെ പോലെ സുധിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. മുന്നോട്ടുള്ള ജീവിതം സുധിക്കൊരു ചോദ്യചിഹ്നമായി. പക്ഷേ ചില ആഗ്രഹങ്ങൾ തീർക്കാതെ മനുഷ്യൻ മരിച്ചാലും ഭൂമിയിൽ നിന്ന് അവർക്ക് മടങ്ങാൻ കഴിയില്ല. സുധി, നീ എപ്പോഴാ വന്നേ? എന്താ സുധി, കരയാണോ നീ? പണ്ടെപ്പോഴോ കണ്ടതാ നിന്റെ കരച്ചിലും ചിരിയൊക്കെ. നീ എന്താടാ അവിടെ ഭയങ്കര തിരക്കിലാണോ? നിനക്കെന്താടാ ഭാര്യയും കൊച്ചിനൊന്നും വേണ്ടേ? നീ നമ്മുടെ മോളെ കണ്ടോ? 3 വയസ്സായിപ്പോ. ആ, സ്കൂളിലൊക്കെ പോവാനായി. പിന്നെ ഈ വർഷം നമ്മുടെ കടമൊക്കെ തീരും. അത് നീ അയച്ച പൈസ കൊണ്ട് മാത്രല്ല കേട്ടോ, ഞാനും കൂടി ജോലി ചെയ്തട്ടാ. നീ ഇന്ന് വരുന്ന അറിഞ്ഞപ്പോ തുടങ്ങിയത് ഇവിടെ ഒരുക്കങ്ങളൊക്കെ.
ഞാൻ ഒരുപാട് കാത്തിരുന്ന കാര്യാടാ. നമ്മുടെ മോള് അവളുടെ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത്. നോക്ക്, നിനക്ക് ഓർമ്മയുണ്ടോടാ നീ പോവാൻ നേരത്ത് പറഞ്ഞത്? കടമൊക്കെ തീർത്ത് പിന്നെ നമുക്ക് ഇവിടെ സന്തോഷമായി ജീവിക്കാന്ന്. അതും പറഞ്ഞല്ലേടാ നീ പോയത്. എന്താടാ നീ വിഷമിച്ചിരിക്കണേ? നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് സന്തോഷായില്ലേ? എല്ലാം ശരിയാക്കിയില്ലേ? ഇനി വിഷമിക്കണ്ട. നമ്മൾ ഒരുപാട് വിഷമിച്ചല്ലേ. എടാ നമ്മുടെ മോളില്ലേ, നിന്നെ പോലെ തന്നെയാ. ഭയങ്കര കുറുമ്പിയാ, ഭയങ്കര വാശിക്കാരി. നിന്നോട് പറയാൻ വേണ്ടി കാത്തുവെച്ചാ എന്തോരം വിശേഷമുണ്ടെന്നറിയോ? അതൊക്കെ നിനക്ക് കേൾക്കണ്ടേടാ. സുധിയോട് ചേർന്നിരുന്ന് അവൾ പറയാൻ കാത്തുവെച്ച വിശേഷങ്ങളെല്ലാം അവൾ പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോടാ. ഞാനിവിടെ തന്നെയുണ്ട്, നിന്നോട് ചേർന്ന് ഈ വീട്ടിൽ തന്നെ. ഈ വീടും മോളും ഇതായിരുന്നു എൻ്റെ ലോകം. ഇനി നിന്റെ. അച്ഛൻ്റെ കയ്യിൽ മകളെ സുരക്ഷിതമായി ഏൽപ്പിച്ച് ആ അമ്മ മടങ്ങിയെങ്കിലും ഒരമ്മയുടെ തായ്മൈ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ നിന്ന് അവരെ ഇന്ന് നോക്കിക്കാണുന്നുണ്ട്. അവളവരെ കാറ്റായി സ്പർശിക്കും. മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്കുള്ള വെളിച്ചമാകും.